Next we have module 3 sampling methods. Okay, sampling method first topic ആണ് statistical survey. അതിൽ ഫസ്റ്റ് നമുക്ക് കുറച്ച് ടേംസ് നമുക്ക് റീകോൾ ചെയ്യാം. വാട്ട് ഈസ് പോപ്പുലേഷൻ? Population is an aggregate of individual items relating to a phenomenon under the investigation is technically termed as population. Okay, an aggregation of individual items related to a population under an investigation. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഫിനോമിന വേണ്ടി എടുക്കുന്ന ഇൻഡിവിജ്വൽ ഐറ്റത്തിന് നമ്മൾ എന്ത് പറയുക? പോപ്പുലേഷൻ ആണ്. ആ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ അഗ്രിഗേഷൻ കൂട്ടത്തിന് നമ്മൾ എന്ത് വിളിക്കുക? പോപ്പുലേഷൻ എന്ന് വിളിക്കാം. ഓർ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് pertaining to a phenomenon of statistical enquiry is referred to as a population or universe. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മുടെ ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുക? പോപ്പുലേഷൻ എന്ന് വിളിക്കാം. In a given population, the individual items are referred to as elementary units or members of the population. Okay, then the number of units under the investigation are determinable, then it is finite population, otherwise it is infinite. Okay, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫൈനൈറ്റ് നമ്പർ, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് ഡിറ്റർമൈനബിൾ ആണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഫൈനൈറ്റ് പോപ്പുലേഷൻ എന്ന് വിളിക്കും. അല്ല എങ്കിൽ എന്തിനു വിളിക്കും? ഇൻഫൈനൈറ്റ് പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് ഉള്ളതാണ് സാമ്പിൾ. When a few items are selected for statistical enquiry from a given population, it is called sample. ഓക്കെ, നമ്മളൊരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എന്തെടുക്കുക? ഒരു സെലക്റ്റഡ് ഐറ്റംസ് നമ്മൾ എടുക്കുകയാണ് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നവരാണ് ഫ്യൂ ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് അതിനെ വിളിക്കുന്നവരാണ് എന്ത്? സാമ്പിൾ എന്ന് വിളിക്കാം. ഓക്കെ, എ സാമ്പിൾ ഈസ് എ സ്മോൾ പാർട്ട് ഓർ സബ്ജക്റ്റ് ഓഫ് ദി പോപ്പുലേഷൻ. ഓക്കെ, from the sample study, statistical inference about the population can be done. Then next വരുന്നതാണ് the census and sample method. In any statistical investigation, one is interested in studying the population characteristic. This can be done either by studying the entire items in the population or on a part drawn from it. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡി ചെയ്യാന്നാണ് നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡി ചെയ്യാൻ നമുക്ക് രണ്ട് രീതിക്ക് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഒന്നെന്താണ് സ്റ്റഡിങ് ദി എൻറ്റയർ ഐറ്റംസ് ഇൻ ദി പോപ്പുലേഷൻ, ആ പോപ്പുലേഷനിലുള്ള എൻറ്റയർ ഐറ്റത്തെ പറ്റി സ്റ്റഡി ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് ഓൺ എ പാർട്ട് ഡ്രോൺ ഫ്രം ഇറ്റ്, അതിനൊരു പാർട്ട് നമ്മൾ എടുക്കുക. അതായത് പോപ്പുലേഷനിൽ നിന്ന് ഒരു പാർട്ട് എടുക്കുക, നമ്മൾ എന്ത് വിളിക്കുക? സാമ്പിൾ എന്ന് വിളിക്കുക. അപ്പോൾ ഒന്നെണ്ണം പോപ്പുലേഷനിൽ എൻറ്റയർ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ എന്തോ ഒരു സാമ്പിൾ എടുത്തിട്ട് അതിനെ പറ്റി സ്റ്റഡി ചെയ്യുക. അങ്ങനെ രണ്ട് രീതിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, if we are studying each and every element of the population, the process is called the census method. നമ്മൾ ആ പോപ്പുലേഷനിലെ എല്ലാ എലമെൻസിനെ, ഈച്ച് ആൻഡ് എവറി എലമെൻസിനെ നമ്മൾ സ്റ്റഡി ആണ് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസസ് മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, if we are studying only a sample, the process is called sample survey or sample method or sampling. അപ്പോൾ നമ്മൾ ആ പോപ്പുലേഷൻ ഒരു സാമ്പിളിനെ പറ്റി മാത്രം പഠിക്കുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്നവരാണ് സാമ്പിളിംഗ് ഓർ സാമ്പിൾ സർവേ ഓർ സാമ്പിൾ മെത്തേഡ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, the result obtained by a census are likely to be more reliable than those obtained by a sample survey. Okay, census survey are very costly and time consuming ആണ്. അപ്പോൾ സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ എന്താണ്? ഒരു പോപ്പുലേഷൻ മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ടേമിനെ വെച്ച് പഠിക്കുന്നതാണ് സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെൻസസ് സർവേ എന്താണ്? വെരി കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്. Okay, in some surveys, sampling is the only possible method, and in other it may be better method. Hence, sampling has acquired a great deal of popularity these days. ഓക്കെ, ദെൻ നമുക്ക് ഒരു സർവേ എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, ഒരു സർവേ കോമൺലി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, രണ്ട് സ്റ്റെപ്പിലാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് പ്ലാനിങ് ദി സർവേ, ഒന്ന് എക്സിക്യൂഷൻ ദി സർവേ. അപ്പോൾ സർവേ നടക്കുമ്പോൾ നമുക്ക് പല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവേ നടത്താൻ പറ്റും. ആ സർവേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്? ആ സർവേ നടത്തിയാൽ എന്തെങ്കിലും മെച്ചമുണ്ടോ? അതുപോലെ തന്നെ ആ സർവേയിൽ നമ്മളുടെ എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ട ആവശ്യങ്ങളുണ്ട്, ആരൊക്കെ ഉൾപ്പെടുത്തണം, ഏതൊക്കെ രീതിക്ക് നമുക്ക് അതിന് ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യനർ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ. അതിൽ ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് പ്ലാനിങ് ദി സർവേ. ദെൻ സെക്കൻഡ് ആണ് എക്സിക്യൂഷൻ ഓഫ് ദി സർവേ. പ്ലാനിങ് ദി സർവേയിൽ കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണത് പർപ്പസ് ഓഫ് ദി സർവേ, ആ സർവേയുടെ പർപ്പസ് എന്താണെന്ന്. സെക്കൻഡ് സ്കോപ്പ് ഓഫ് ദി സർവേ. ദെൻ തേർഡ് നാച്ചർ ഓഫ് ഇൻഫോർമേഷൻ റിക്വയർഡ്. ഫോർത്ത് വൺ യൂണിറ്റ് ടു ബി യൂസ്ഡ്.
fifth one source of data, sixth one technique to be adopted, seventh one choice of frame, eighth one accuracy aimed, and ninth other consideration. അപ്പോൾ ഈ 9 സ്റ്റെപ്സ് മിനിമം ഈ 9 സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർവേ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പ്ലാനിങ് ദി സർവേയിൽ വരുന്ന പോയിന്റ്സ് ആണത്, നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, എക്സിക്യൂഷൻ ഓഫ് ദി സർവേ. Setting up an administrative organization, second one designing of forms, third one selecting, training and supervising the field of investigators, controlling the accuracy of the field work, fifth one reducing non-response, sixth presenting the information, seventh one analyzing the information, then preparing the reports. Okay, അപ്പോൾ ഒരു സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട 2 കാര്യങ്ങളുണ്ട്, പ്ലാനിങ് ദി സർവേയും എക്സിക്യൂഷൻ ദി സർവേയും. ഇപ്പോൾ പ്ലാനിങ് ദി സർവേയിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. അത് ഓരോ ടേംസും എന്താണ് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സിക്യൂഷൻ ഓഫ് ദി സർവേ, അതിലും കുറച്ച് സ്റ്റെപ്സ് നമ്മൾ പറയുന്നുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ.